വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂമെൻറ്റ്. ഒരു 3-4 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് നിഫ്റ്റീൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിഫ്റ്റീൻ്റെ ലോങ് ടൈം വ്യൂവിലോട്ടൊന്ന് പോകാം. അതിനുവേണ്ടി നമുക്ക് ഒരു 1 വീക്ക് ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ 1 വീക്ക് ചാർട്ട് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ, നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. അതെ, ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. കേട്ടോ, നമ്മൾ ഈ ലോസ് കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുമ്പോൾ കണ്ടോ, നിഫ്റ്റി ഇവിടെ ഒരു സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് എടുത്തു, സെക്കൻഡ് സപ്പോർട്ട് ഇവിടെ എടുത്തു, അടുത്ത് നമ്മൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതേപോലെ നിഫ്റ്റി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതേപോലെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ ചാൻസസ്, അടുത്ത വീക്ക് ഒരു നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നമുക്കൊരു 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ചാർട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 1 വീക്കിൽ നോക്കിയപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടു. പക്ഷേ 1 ഡേ ടൈം ഫ്രെയിമിൽ എങ്ങനെ കാണിക്കുന്നത്, ഒരു എന്താ പറയുക, സെല്ലേഴ്സിന് പറ്റിയൊരു ട്രേഡാണിത്. ഇതൊരിക്കലും ഒരു ബയേഴ്സിന് പറ്റിയ ട്രേഡാണ്. നോക്കിക്കേ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നു, ഡൗണിലോട്ട് പോകുന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നു, ഡൗണിലോട്ട് പോകുന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നു, ഡൗണിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ട്രേഡ് കിട്ടില്ല. നമുക്കൊരു നിഫ്റ്റി മേലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, നമുക്ക് നല്ല ട്രേഡ്സ് കിട്ടുന്നില്ല. ചെറിയൊരു നമ്മളൊരു 100 പോയിൻറ്റ്, ഒരു 200, ഒരു ആ റേഞ്ചിൽ ഒരു 50 പോയിൻറ്റ്, ഒരു 20 പോയിൻറ്റ്, അങ്ങനെ ഒരു പോയിൻറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത് ഔട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചേക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ നമ്മുടെ ഒരു സപ്പോർട്ട് ഞാൻ കാണിച്ചത് പഴയ സപ്പോർട്ടാണ്. പഴയ സപ്പോർട്ടിലൊന്ന് ഒന്നുകൂടെ വെച്ചേക്കാം. അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ഹൊറിസോണ്ടൽ സപ്പോർട്ടാണ്. ഉണ്ടോ? ഓക്കെ, അതിനുശേഷം നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലോട്ടാണ്. 1 അവർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ ഓക്കെ, നമുക്ക് ഇതിൻ്റെയും ഹൈസും ലോസും തമ്മിൽ കണക്ട് ചെയ്യാവുന്ന. ഓക്കെ, ഇതിൻ്റെ ഹൈസും ഇതൊക്കെ കുറച്ച് ചാൻസസ് ഉണ്ട് ഇവിടെയൊക്കെ ടച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ പറയുന്നതാണ്. ഓക്കെ, നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. നാളെ നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചാൻസ് കൂടുതൽ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ചാൻസസ് കൂടുതലുള്ളത് ഇവിടെയൊക്കെയാണ്. കാണിച്ചു തരാം. ആ ലെവൽ ഒരു റേ വെച്ച് കിടക്കാം, ഹൊറിസോണ്ടൽ റേ. ഇതുണ്ട്, ഒരു 23,450, 400 ഈ റേഞ്ചിലാണ് നിഫ്റ്റി നാളെ ഓപ്പൺ ആവാൻ പോകുന്നതെന്ന് ചാൻസ് കൂടുതൽ ഈ റേഞ്ചിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്ന് കണ്ട മൂവ്മെൻറ്റ് പോലെ ഒരു കൺസോൾട്ടേഷൻ പോലെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വരക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിനു ശേഷം ഇനി പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, 23,450 ഈ റേഞ്ചിൽ നിഫ്റ്റി ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് ചെറിയൊരു ഡൗൺ, ഒന്നില്ലെങ്കിൽ 400 നിന്ന് റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് ചാൻസ് കൂടുതൽ ഇവിടെയാണ്. ഈ റേഞ്ചിൽ വന്ന് ഇതേപോലെ ഒരു എന്താ പറയുക റിവേഴ്സ് ക്യാൻഡിൽ, ഇതേപോലെ ഒരു റിവേഴ്സ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സേഫ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്കൊരു 40 to 30 പോയിൻറ്റ്, ഇപ്പം നമ്മൾ 450 440 എടുക്കുന്നതെങ്കിൽ നമ്മൾ 23,310 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സേഫേഴ്സിനുള്ള ടാർഗറ്റ് ഇതാണ്. ഒരു 470 to 450 സേഫ് ട്രേഡേഴ്സ് ഒരു 100% പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റേഞ്ച് തന്നെയാണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ ബുക്ക് ചെയ്തിറങ്ങാം. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ചിൽ നമുക്ക് ഈ റേഞ്ചിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാം, സെക്കൻഡ് ടാർഗറ്റ് ബുക്ക് ചെയ്തിറങ്ങാം.
23,496 അല്ലെങ്കിൽ 500 ആ റേഞ്ചിൽ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യുക. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും 23 ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 570 ടു 600 ഈ റേഞ്ചിലാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങുക, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പുട്ട് സൈഡിൽ നാളെ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. സപ്പോസ് നാളെ നിഫ്റ്റി ഈ ഒരു ലെവലിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് തരുവാണെങ്കിൽ നമുക്ക് പുട്ട് സൈഡിലോട്ട് ഒരു ട്രേഡ് എടുക്കാം. ഇത്രയും വരെ ഒരു ട്രേഡ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിറങ്ങും. ഓക്കെ, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.